രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച്. ഗർഭചിത്രം നടത്തിയ യുവതിയെ സാമ്പത്തിക വാഗ്ദാനം അടക്കം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. തുറന്നു പറയാനും പറയാതിരിക്കാനും യുവതിക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്നും സൂചന. 3 വനിതാ മാധ്യമ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത്? ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനും അവരുടെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ളവരെ ഉപയോഗിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത്? അത് സംബന്ധിച്ച് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ആധാരമായത് ഒരു 10 ഇമെയിൽ പരാതികളാണ്. ഈ 10 ഇമെയിൽ പരാതികൾക്കപ്പുറം ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തക്ക മറ്റ് പരാതികൾ ഒന്നും തന്നെയില്ല. മാത്രമല്ല, ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നേരിട്ട് അതിന് ഇരയായ ആരും പരാതി നൽകിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള പ്രധാനമായ ഒരു വസ്തുത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭചിത്രം നടത്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച ഒരു യുവതിയുടെ ശബ്ദരേഖയാണ്. ഈ ശബ്ദരേഖയുടെ ആധികാരികത, അതിനൊപ്പം തന്നെ ഈ പരാതി ഉന്നയിച്ച അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച യുവതി, രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുന്ന ആ ശബ്ദരേഖയുടെ ഉടമയായ യുവതി, അവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ആ ഒരു പരാതി അന്വേഷണ സംഘത്തിന് ലഭിച്ചാൽ അത് നിയമപരമായ നടപടികൾക്ക് വലിയ ആക്കം കൂട്ടും, അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട ഒരു മൊഴിയെടുപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവരം തേടുമ്പോഴാണ് ഈ പരാതിക്കാരിക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ള ഒരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അത് ഈ കാര്യങ്ങൾ തുറന്നു പറയാനും അത് പറയാതിരിക്കാനും 2 രീതിയിലുള്ള സമ്മർദ്ദം ആ യുവതിക്ക് മേലുണ്ട്. മാത്രമല്ല, വലിയ തോതിൽ പണം ഇതിനു വേണ്ടി വാഗ്ദാനം ചെയ്തു എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. ഈ ഗർഭചിത്രം നടന്നു എന്നുള്ള കാര്യം ഏകദേശം അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടി പരാതി പറയുന്നത് ഒരു ഭീഷണിക്ക്, പരാതി പറയാതെ മാറി നിൽക്കുന്നത് ഒരു ഭീഷണിക്ക് വഴങ്ങിയാണോ? അവർക്ക് നിയമ സംവിധാനങ്ങളെ വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ അനന്തൻ, ക്രൈംബ്രാഞ്ചിന് ഈ യുവതി ഇതുവരെ റീച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണല്ലോ പൊതുസമൂഹത്തിലുള്ള വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ആരാണ്? ഈ പെൺകുട്ടിക്ക് നേരെ സമ്മർദ്ദമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപിൽ വെളിവാകുന്നത് പിന്നെ എങ്ങനെയാണ്? മാധു, ഈ പെൺകുട്ടി ആരാണെന്നും എവിടെയാണും എന്നും ഒക്കെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷേ അവർ കൃത്യമായി നേരിട്ടൊരു പരാതി ഉന്നയിക്കാതെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടിയിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല. പക്ഷേ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാവുന്ന 3 മാധ്യമ പ്രവർത്തകരുണ്ട്. അത് വനിതാ മാധ്യമ പ്രവർത്തകരാണ്. അവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അന്വേഷണ സംഘം തേടുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ബംഗളൂരുവിൽ കേന്ദ്രീകരിച്ച് ചില നടപടികൾ ഉണ്ടായി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിനുണ്ട്. മാത്രമല്ല, ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ അടുത്ത ബന്ധുവിന് ഈ നടപടികളിൽ പങ്കുണ്ട് എന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. അപ്പോൾ ഈ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. ഇവരിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ സ്വാധീനമോ ഈ വെളിപ്പെടുത്തൽ നടത്തിയ അല്ലെങ്കിൽ ഈ ശബ്ദരേഖയിൽ ഉൾപ്പെട്ട ആ പെൺകുട്ടിക്ക് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായ നടപടികളാണോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുകയാണ്. ആ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നിയമ നടപടികളിലേക്ക്, അതായത് നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഈ പരാതി വരാതിരിക്കാനും പരാതി മറച്ചുവെക്കാനും നടക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ വലിയ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഗർഭചിത്രമല്ലാതെ മറ്റ് ഉന്നയിക്കപ്പെട്ട പരാതികളെല്ലാം 3ാം കക്ഷികളുടേതാണ്. അതുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ ഗർഭചിത്രം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ നിയമവിരുദ്ധമായ കാര്യമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിക്കും സാധ്യതയുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാൻ അനന്തൻ, ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അവിടെ ഉയരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, പരാതി ഇല്ലെങ്കിൽ ഇവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചികിത്സാ നടപടികളുമായി ബന്ധപ്പെട്ട രേഖകൾ എങ്ങനെ പോലീസിന് ശേഖരിക്കാൻ കഴിയും? പരാതി ഉണ്ടെങ്കിൽ ശേഖരിക്കാം, പരാതി ഇല്ലെങ്കിൽ എങ്ങനെ ശേഖരിക്കാൻ കഴിയും എന്നൊരു ചോദ്യമാണ്. പരാതി ഇല്ലെങ്കിൽ, ആ യുവതി നേരിട്ട് പരാതി നൽകിയില്ലെങ്കിൽ അത് നിയമ നടപടിക്ക് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ, പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പരാതി നൽകാത്തതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്. അത് ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ, ഏതെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ? അങ്ങനെ പരാതി നൽകാൻ ആ യുവതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തു വരാൻ ഭീതി ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതിനുവേണ്ടി ബാഹ്യമായ എന്തെങ്കിലും ഇടപെടലുകൾ, അതല്ലെങ്കിൽ മൂന്നാം കക്ഷികളുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം
അതിനുവേണ്ടിയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തേടുന്നത്. ഒരു പക്ഷേ അങ്ങനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ല തുറന്നു പറയാനും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിൽ, അത് സാമ്പത്തിക വാഗ്ദാനം അടക്കം ഉണ്ടെങ്കിൽ അതും നിയമവിരുദ്ധമാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ്, വസ്തുതകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതിൽ 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള വിവരശേഖരണവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഏതായാലും ഗൗരവമായ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഗർഭചിത്രം തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും ഈ അന്വേഷണത്തിന് കേന്ദ്രീകരിക്കുന്നത്. അതല്ലാതെ മറ്റ് പരാതികളിൽ ഇന്നിപ്പോൾ അവരുടെ ആ പരാതി ഇമെയിലായി അയച്ചവരുടെ എല്ലാം അവർക്കെല്ലാം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർ പലരും ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ ഹാജരായി നേരിട്ട് പരാതി എഴുതി നൽകുകയും മൊഴി നൽകുകയും ഒക്കെ ചെയ്യും. അതിന്റെ നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഗർഭചിത്രം പെട്ട ഒരു കാര്യമായി അന്വേഷണ സംഘം കരുതുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ഇടപാട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പുറത്തു വന്നിരുന്നു. ഈ യുവതി വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്ന തരത്തിൽ. അതൊക്കെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരികയാണ്. ഏതായാലും ഗൗരവമായ അന്വേഷണം ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായത്തിന് പരിമിതി ഉണ്ടെങ്കിൽ, അതാരെങ്കിലും ബോധപൂർവം തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ കർശനമായ നടപടിയെടുക്കാൻ തന്നെയാണ് തീരുമാനം. മാധു, ആനന്ദൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക ഈ പെൺകുട്ടിയെ പോയി കണ്ടു. ആ പെൺകുട്ടിയോട് സംസാരിച്ചു. അവർ വലിയ ട്രോമയിലാണ്, അവർക്ക് ശാരീരിക മാനസികമായ പ്രശ്നമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില വെളിപ്പെടുത്തലുകളും പിന്നീട് അവരുടെ മാധ്യമ സ്ഥാപനത്തിലൂടെ അത് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത് വിശദീകരിക്കുമ്പോൾ തന്നെ അത് ആ കുട്ടിയുടെ കൂടി അനുമതിയോട് കൂടിയാണോ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളതും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അടക്കം വിശദീകരിച്ചത് എന്ന് ഈ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിയമപരമായതോ മാനസികമായതോ ആയ കൗൺസിലിങ്ങോ മറ്റ് സഹായങ്ങളോ ആവശ്യമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പരിശോധിക്കുന്ന വരുന്ന പോലീസ് സംവിധാനത്തിന് മാത്രം സാധിക്കുന്ന ഒന്നാണോ? അങ്ങനെയാണ് എങ്കിൽ അത് എങ്ങനെ സാധ്യമാകും? മധു, ആ മാധ്യമപ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ അത് ഗൗരവം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തരം ഒരു നടപടികളിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ ഇത്തരം ഒരു പീഡനത്തിനും അത് അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാധ്യമപ്രവർത്തകർ തുറന്നു പറഞ്ഞിരിക്കുന്നു. അത് അന്വേഷണ സംഘം ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ തുറന്നു പറഞ്ഞ മാധ്യമപ്രവർത്തകയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം അതുകൂടി അപ്പോൾ ഇത്രയും മാനസിക സംഘർഷം അനുഭവിച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സ്ഥിതിയിലുമാണെങ്കിൽ ഈ പരാതിയുമായി മുന്നോട്ട് വരാൻ ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി തടസ്സമായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ, അല്ലെങ്കിൽ ഇപ്പോൾ തുറന്ന് ഈ കാര്യങ്ങൾ, ഈ പെൺകുട്ടിയെ സംബന്ധിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്ന മാധ്യമപ്രവർത്തകയിൽ നിന്ന് അക്കാര്യങ്ങൾ ശേഖരിക്കും, വിവരങ്ങൾ ശേഖരിക്കും. അവർ വഴി ഈ പെൺകുട്ടിയിലേക്ക് എന്താണ് തടസ്സം എന്നറിയാനുള്ള ശ്രമം നടത്തും. അതല്ല, ഈ മാധ്യമപ്രവർത്തകരുടെ സന്ദർശനം സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണവും അന്വേഷണ സംഘം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്.